ഈശോയുടെ പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തില് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈശോ നമ്മളോട് പറയുന്നത്. ഇവിടെ ഈശോ പറയുകയാണ്, നോഹയുടെ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നോഹയുടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ദിവസം ഉണ്ടാകുന്നത് വരെ നോഹയുടെ ജനറേഷനിലെ ആളുകള് വിവാഹം ചെയ്തു കൊടുത്തും തിന്നും കുടിച്ചും കടന്നു പോകുന്നു. പക്ഷെ ജലപ്രളയം വന്ന് അവരെ നശിപ്പിക്കുന്നത് വരെ അവരറിഞ്ഞില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവര് കാര്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ ഒന്നും എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. കാര്യമായിട്ട് ഒരുങ്ങിയിരുന്നൊന്നുമില്ല. ഈ വെള്ളപ്പൊക്കത്തെ നേരിടാൻ മാത്രം അവർക്ക് ഒരുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടായി, അവരെല്ലാവരും നശിച്ചുപോയി. അതിന് ആകപ്പാട് ഒരുങ്ങിയിരുന്ന നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെടുന്നു. ഒരുക്കമില്ലാത്ത എല്ലാവരും നശിച്ചു പോകുന്നു. ഈശോ പറയുകയാണെങ്കിൽ നോഹയുടെ കഥ പറഞ്ഞിട്ട് ഈശോ നമ്മളോട് പറയുകയാണെങ്കിൽ നോഹയുടെ ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ആകരുത്, നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കും. കാരണം എന്താണ്, കള്ളൻ വരുന്നത് പോലെയാണ് ഏകദേശം മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം. ആ സമയത്ത് ഒരുക്കമില്ലാത്തവരായിട്ട് നിങ്ങളെ കണ്ടാൽ നിങ്ങൾ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും എന്ന് പറയുകയാണല്ലേ. നമ്മള് കള്ളൻ വന്നിട്ട് നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങള് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ നഷ്ടം സഹിക്കുന്നത് പോലെ പഴയ നിയമത്തിലെ നോഹയുടെ കാലഘട്ടത്തിലെ ജനങ്ങള് ഒരുക്കമില്ലാതിരുന്ന ജനങ്ങള് ഈ വെള്ളപ്പൊക്കം വന്നപ്പോ ഒരുപാട് പേര് മരിച്ചു പോവുകയും അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈശോ ഇന്നത്തെ വചനത്തിലൂടെ നമ്മുടെയും ഓർമ്മിക്കുകയാണ്, ഒരുക്കമുള്ളവരായിരിക്കണം. കാരണം അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തില് നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും എന്ന് ഓർമ്മിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങളിൽ കഴിയുമ്പോൾ ദൈവത്തെ സ്വീകരിക്കാൻ മാത്രം ഒരുക്കമുള്ളവരായിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്